ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ മെഗാ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ കുഞ്ഞിൻ്റെ നൂലുകെട്ടിൻ്റെ ഒരുക്കങ്ങളെല്ലാം തന്നെ അനന്തുവിൻ്റെയും ലേഖയുടെയും വീട്ടിൽ നടക്കുന്നു. അമ്മ കുഞ്ഞിൻ്റെ നൂലുകെട്ടിന് ഇടിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കാൽത്തളകളും വളകളും മാലയെല്ലാം തന്നു വിട്ടിട്ടുണ്ട്. ഇവിടെയുള്ള എല്ലാവരും എങ്ങനെ പ്രതികരിക്കും എന്നറിയാത്തതുകൊണ്ടാണ് അമ്മ വരാതെ മാറി നിൽക്കുന്നത് എന്നെല്ലാം കണ്ണൻ പറയുമ്പോൾ തന്നെ മയ്ക്ക് സന്തോഷമാകുന്നുണ്ടെങ്കിലും മഞ്ജുവിന് അത് തീരെ ഇഷ്ടപ്പെടുന്നില്ല. ഇതേ സമയം മോഹിനിയും വരുന്നു. കുഞ്ഞിന് വേണ്ടിയിട്ട് പൊന്നു വാങ്ങിച്ചുകൊണ്ടാണ് മോഹിനിയുടെയും വരവ്. എൻ്റെ അമ്മ തന്ന സ്വർണ്ണമൊന്നും കുഞ്ഞിനെ ഇടിയിക്കേണ്ട എന്നും ഏട്ടത്തിയുടെ അമ്മ കൊണ്ടുവന്നത് ഇടിയിച്ചാൽ മതി എന്നെല്ലാം മഞ്ജു പറയുമ്പോൾ അമ്മയുടെ മാറ്റം ഒരു പക്ഷേ സത്യമാണെങ്കിൽ അമ്മയ്ക്കത് വലിയ വിഷയമാകുന്നില്ല. മഹിയും മോഹിനിയും പറയുന്നുണ്ടെങ്കിലും ഏട്ടത്തിക്കും കണ്ണേട്ടനും ഒക്കെ കഴിഞ്ഞതൊക്കെ പെട്ടെന്ന് മറക്കാൻ കഴിയും. പക്ഷേ എനിക്കത് പറ്റില്ല. അമ്മ പറഞ്ഞത് കേട്ട് മാത്രം വളർന്ന് എനിക്ക് അമ്മയെ നന്നായിട്ട് അറിയാം എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണല്ലോ. അങ്ങനെ സ്നേഹം അഭിനയിച്ചു നിന്ന് നമ്മളെ ചതിക്കാനാണ് അമ്മയുടെ മനസ്സിലെങ്കിൽ നമ്മളെ വിശ്വസിക്കുന്ന ദൈവം തന്നെ നമ്മളെ രക്ഷിക്കാനായിട്ട് കൂടെ ഉണ്ടാകുമെന്ന് കണ്ണൻ പറയുന്നുണ്ട്. മാത്രമല്ല ഫോട്ടോസ് എല്ലാം അമ്മ നോക്കുന്ന സമയത്ത് അമ്മ തന്നുവിട്ട സ്വർണ്ണമൊന്നും കുഞ്ഞിൻ്റെ ദേഹത്ത് കണ്ടില്ലെങ്കിൽ അമ്മയ്ക്കത് വിഷമാകുമെന്ന് മഹിയും പറയുന്നു. ഏതായാലും തൽക്കാലം അമ്മയെ വിശ്വസിക്കാനൊന്നും എനിക്ക് കഴിയില്ല എന്നും കുറച്ചുനാൾ കഴിയട്ടെ എന്ന് അവസാനം മഞ്ജു പറയുന്നുണ്ട്. പിന്നീട് കുഞ്ഞിനെ കണ്ണൻ്റെ തറവാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനോട് ലേഖയ്ക്കും സാഗറിനൊന്നും ഒട്ടും യോജിക്കാനായിട്ട് കഴിയുന്നില്ല. മാത്രമല്ല കുഞ്ഞിനെ വിട്ടുപിരിയുന്നതിൽ ഭയങ്കര വിഷമമുണ്ട് ലേഖയ്ക്ക്. എന്നാൽ പിന്നെ നമുക്ക് ഒരു കോമ്പൗണ്ടിൽ തന്നെ വീട് പണിത് ഒരുമിച്ച് താമസിക്കാമെന്ന് പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ. ഏതായാലും ലേഖയുടെ ആ വിഷമം കാണുന്ന കണ്ണനാണെങ്കിൽ ഓണത്തിന് കുഞ്ഞിനെ കൊണ്ടുപോകുന്നുള്ളൂ എന്നുള്ള തൻ്റെ അവസാന തീരുമാനം പറയുന്നു. ശേഷം കരുണയും മഞ്ജുവൊക്കെ അമ്മയാകാൻ തയ്യാറെടുക്കുകയാണ്. പക്ഷേ ആ സമയത്ത് തനിക്ക് മാത്രം ആ ഒരു ഭാഗ്യം ഇല്ലല്ലോ എന്നുള്ളൊരു വിഷമം ലേഖയ്ക്കുണ്ടെന്നും നിൻ്റെ കുഞ്ഞിലൂടെയാണ് അവൾ അതൊക്കെ മറക്കാൻ ശ്രമിക്കുന്നത് എന്നും ഞങ്ങൾ പുറത്തായിരുന്ന സമയത്ത് കുഞ്ഞില്ലാത്തതിൻ്റെ വിഷമം അവളെ ഞാൻ അറിയിച്ചിട്ടില്ല. അതിനൊക്കെ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. എങ്കിലും ഞാൻ ഇനി ഒരിക്കലും സ്വാർത്ഥത കാണിക്കില്ല കണ്ണ. ഓണത്തിന് തന്നെ നീ നിൻ്റെ കുഞ്ഞിനെയും കൊണ്ട് തറവാട്ടിലേക്ക് പോയിക്കോ എന്ന് പറയുന്നുണ്ട് കേട്ടോ അനന്തു. പിന്നീട് കരുണ മുത്തശ്ശിയെ വിളിക്കുന്നു. എന്നിട്ട് അവിടെ ഇപ്പോൾ നൂലുകെട്ടിൻ്റെ ആഘോഷങ്ങളൊക്കെ നടക്കുകയാണെന്നും അത് കഴിഞ്ഞാൽ കണ്ണനും ലക്ഷ്മിയും കുഞ്ഞിനെയും കൊണ്ട് ഇങ്ങോട്ട് വരും. അത് കഴിഞ്ഞാൽ ഇവിടെ നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചൊന്നും എനിക്ക് ഓർക്കാൻ കൂടി കഴിയില്ല. എന്നെ സന്തോഷിപ്പിക്കാനായിട്ട് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ഒറ്റ മോള് പിന്നെ ജീവനോടെ കാണില്ല എന്നെല്ലാം കരുണ ഭീഷണി മുഴക്കുന്നുണ്ട്. അങ്ങനെ കരുണ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചെല്ലാം മുത്തശ്ശി പ്രതാപനെ അറിയിക്കുന്നു. അത് കേട്ട് വല്ലാതാവുന്നുണ്ട് പ്രതാപൻ. തുടർന്ന് നമ്മൾ എന്തിനു വേണ്ടി അമ്മയെ ജീവിച്ചിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ കരുണമോൾക്ക് വേണ്ടിയല്ലേ, അതിലെന്താ ഇത്ര സംശയം എന്ന് മുത്തശ്ശി ചോദിക്കുന്നതും എനിക്കിപ്പോൾ മനസ്സിന് വല്ലാത്ത വേദനയാണുള്ളത്. മാത്രമല്ല ഗുണ്ടകളുടെ കയ്യിൽ നിന്നും പോലീസിൻ്റെ കയ്യിൽ നിന്നും മാർക്കോയുടെ കയ്യിൽ നിന്നും കിട്ടിയതിൻ്റെ വേദന ശരീരത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കിനി ഒന്നിനെയും പേടിയില്ല. എൻ്റെ കുഞ്ഞിൻ്റെ സന്തോഷം എനിക്ക് കാണണമെന്ന് പറയുമ്പോൾ നീ ഇനി എന്ത് ചെയ്യുന്നതിന് മുൻപും 100 വട്ടം ആലോചിക്കണം പ്രതാപ എന്ന് മുത്തശ്ശി ഓർമ്മപ്പെടുത്തുമ്പോൾ കരുണമോളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് നൂലുകെട്ട് അലങ്കോലപ്പെടുത്തണം എന്ന് തന്നെ ഉറപ്പിക്കുകയാണ് പ്രതാപൻ. ഏതായാലും ഇതിനു മുൻപ് നമ്മൾ എന്തൊക്കെ കണ്ണനും ലക്ഷ്മിക്കും എതിരെ ചെയ്തു അതെല്ലാം നമുക്ക് തന്നെ തിരിച്ചടിയായിട്ടുണ്ട്. മാത്രമല്ല നിൻ്റെ പേരിൽ ഇപ്പോൾ കേസ് ഉണ്ടെന്നെല്ലാം മുത്തശ്ശി പറയുമ്പോൾ നമ്മളിങ്ങനെ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം അമ്മേ. എന്തെങ്കിലുമൊക്കെ ഒരു സമയത്ത് നമ്മൾ ആഗ്രഹിക്കുന്നത് നടക്കുമെന്ന് പ്രതാപൻ എന്തോ തീരുമാനിച്ചുറപ്പിച്ചിട്ടുള്ള പോലെ മുത്തശ്ശിയോട് പറയുന്നുണ്ട്. അങ്ങനെ അവസാനം അതിനുള്ള ഒരു വഴിയും പ്രതാപൻ കണ്ടെത്തുന്നു. അങ്ങനെ പ്രതാപൻ വിളിച്ചതിനെ തുടർന്ന് ഒരാൾ കരുണാലയത്തിൽ എത്തുന്നുണ്ട്. തുടർന്ന് കുഞ്ഞിൻ്റെ നൂലുകെട്ട് ആഘോഷമായിട്ട് നടക്കാൻ പോവുകയാണെന്നും എങ്ങനെയെങ്കിലും അത് അലങ്കോലപ്പെടുത്തി തരണം, നിൻ്റെ ഇഷ്ടത്തിന് നിനക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം, പക്ഷെ കാര്യം നടന്നു കിട്ടണം. അങ്ങനെ നൂലുകെട്ട് മുടങ്ങിയതിൻ്റെ സങ്കടത്തിൽ എല്ലാവരും വാവിട്ട് നിലവിളിക്കുമ്പോൾ എൻ്റെ കുഞ്ഞ് സന്തോഷിക്കണം എന്നെല്ലാം പ്രതാപൻ അയാളോടായിട്ട് പറയുന്നു. അങ്ങനെ അയാൾ അതൊക്കെ ഭംഗിയായിട്ട് ചെയ്യാമെന്ന് ഏറ്റുകൊണ്ട് അവിടെ നിന്നും പോകുന്നു. ഇതേസമയം കണ്ണനാണെങ്കിൽ പ്രതാപനും വാമനുമെതിരെ കൊടുത്തിരിക്കുന്ന കേസിൽ നിന്നും അതിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവില്ല എന്നും മാത്രമല്ല ഇനി അവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടായാൽ അതിനൊക്കെ എണ്ണി പകരം ചോദിക്കുമെന്നും ഇനി ഒന്നിൻ്റെ നേരെയും കണ്ണടയ്ക്കാൻ തയ്യാറല്ല എന്നും പറയുന്നു. നിയമത്തിൻ്റെ വഴിക്ക് തന്നെ പോകും. മാത്രമല്ല ഇനി തെറ്റിന് നേരെ ഞാൻ കണ്ണടയ്ക്കില്ല എന്ന് തന്നെ തീർത്ത് പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ. പിന്നീട് അങ്ങനെ നൂലുകെട്ടിൻ്റെ ചടങ്ങുകളൊക്കെ തന്നെ തുടങ്ങുന്നു. കുഞ്ഞിന് ദുർഗ കൊടുത്തുവിട്ട സ്വർണവും അതുപോലെ തന്നെ മോഹിനി കൊണ്ടുവന്നതും അങ്ങനെയെല്ലാം കുഞ്ഞിനെ അണിയിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും വളരെയധികം സന്തോഷത്തിൽ നിൽക്കുന്ന ഒരു സമയത്താണ് ഹരി ഓം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സന്യാസി വന്യം വരുന്നത്. അപ്പോൾ ആ ഒരു ദിവസം തന്നെ സന്യാസിയെ കാണുന്നതും എല്ലാവർക്കും വളരെയധികം 10 മടങ്ങ് സന്തോഷമാവുന്നുണ്ട്. ഇന്നത്തെ ദിവസം ഇവിടേക്ക് വരാൻ കഴിഞ്ഞത് ഈശ്വര നിയോഗമാണെന്നും പല പുണ്യസ്ഥലങ്ങളും
സന്ദർശിച്ചിട്ടുള്ള വരവാണെന്നെല്ലാം പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് സന്യാസി. ഏതായാലും കണ്ണനും മഹാലക്ഷ്മിക്കും മോഹിനിക്കും എല്ലാം ആ സന്യാസിയെ വലിയ വിശ്വാസം തോന്നുന്നുണ്ട്. സ്വാമിയുടെ അനുഗ്രഹം ഞങ്ങളുടെ കുഞ്ഞിനും ഉണ്ടാകണം എന്നെല്ലാം കണ്ണൻ പറയുന്നു. അതിനെന്താ ആവാലോ എന്ന് പറഞ്ഞുകൊണ്ട് സന്യാസി അവിടെ താഴെ ഇരിക്കുന്നുണ്ട്. തുടർന്ന് കുഞ്ഞിനെ എനിക്ക് മടിയിൽ വെച്ച് തരണമെന്നും കുഞ്ഞിനെ ഞാനൊന്ന് അനുഗ്രഹിക്കട്ടെ എന്നും പറയുന്നുണ്ട്. തുടർന്ന് ഈ മോള് നന്നായി വരട്ടെ, ഈ മോളെ സ്നേഹിക്കുന്നവരും എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ കയ്യിൽ കരുതിയിരുന്ന ആ ഭസ്മം ആ കുഞ്ഞിൻ്റെ നെറ്റിയിൽ തൊടിയിച്ചു കൊടുക്കുന്നു. പക്ഷേ ആ ഭസ്മം എന്ന് പറയുന്നത് മാരകമായ വിഷം കലർത്തിയിരിക്കുന്ന ഭസ്മമാണ്. പ്രതാപൻ കൊട്ടേഷൻ കൊടുത്ത ഗുണ്ട പറഞ്ഞുവിട്ട സ്വാമിയാണ് കുഞ്ഞിനെ അപായപ്പെടുത്താനായിട്ട് അവിടെ വന്നിരിക്കുന്നത്. മാത്രമല്ല ആ സ്വാമിയുടെ മുഖത്തും കള്ളത്തരമുണ്ട്. പക്ഷെ കുഞ്ഞിനൊന്നും സംഭവിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം വിശ്വത്തെ പോലെ അതിജീവിക്കാൻ കഴിവുള്ള അത്ഭുതം സിദ്ധിയുള്ള ഒരു കുഞ്ഞാണ് കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയും കുഞ്ഞ്. ഇതേസമയം നമ്മുടെ മാർക്കോയും സിദ്ധിയായിട്ടുള്ള അമ്മയും ആണെങ്കിൽ ക്ഷേത്രത്തിലിരുന്ന് കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയിൽ തന്നെയാണ്. അങ്ങനെ അവിടെ നടക്കുന്ന കാര്യങ്ങൾ മുഴുവൻ അവർ മനക്കണ്ണിലൂടെ കാണുകയും ചെയ്യുന്നുണ്ട്. തുടർന്ന് ഇനി നിൻ്റെ ഊഴാണെന്നും നീ അവിടേക്ക് ചെല്ലാനും സിദ്ധിയായിട്ടുള്ള അമ്മ പറഞ്ഞതിനെ തുടർന്ന് മാർക്കോ അവിടേക്ക് എത്തുന്നുണ്ട്. ഈ സന്യാസിയാണെങ്കിൽ തന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കി അവിടെ നിന്നും ഇറങ്ങാൻ തുടങ്ങുകയാണ്. ഈ സമയത്ത് അവിടെ എത്തുകയാണ് മാർക്കോ. എന്തായാലും മാർക്കോ അയാളുടെ കള്ളത്തരം പൊളിച്ചെടുക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. മാത്രമല്ല വിഷം കലർത്തിയ ഭസ്മം ദേഹത്ത് തൊട്ടിട്ട് പോലും ആ കുഞ്ഞിനൊന്നും സംഭവിച്ചില്ല എന്നുള്ള കാര്യം എല്ലാവരെയും ഒന്നടങ്കം അത്ഭുതപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ പ്രതാപൻ്റെ പദ്ധതി ഇത്തവണയും ചീറ്റിപ്പോകുന്നു. മാത്രമല്ല കുഞ്ഞിനെ നാമകരണമൊക്കെ ചെയ്ത് വളരെ ഭംഗിയായിട്ട് തന്നെ നൂലുകെട്ടിൻ്റെ ആ ഫംഗ്ഷൻ ആഘോഷിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം ഇന്നത്തെ അടിപൊളി എപ്പിസോഡിനായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്